എല്ലാവരും അവനവൻ്റെ ബോഡിനെ കെയർ ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും നമ്മൾ പറയാനായിട്ടുണ്ടല്ലോ. ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ജിമ്മിൽ പോവുക, ഇതൊക്കെ എല്ലാവരും കെയർ ചെയ്യുന്ന സംഭവം. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ മെൻ്റൽ ഹെൽത്ത് പറയുന്നത്. സോ അപ്പം ഞാൻ പറയാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. സോ അപ്പം നിങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണേ ഓലെ ലൈഫിൽ ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ സ്ലീപ്പ്, ഡയറ്റ്, ഫിസിക്കൽ ഹെൽത്ത്, കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കിയത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം നമ്മുടെ ലൈഫിൽ. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫുള്ള് ഡിപ്രസ്ഡ് ആയിട്ട്, ഫുള്ള് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഫുള്ള് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ, ഫുള്ളൊരു പീസ് ഓഫ് മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാതെ നമ്മളങ്ങനെ ഇപ്പോഴത്തെ ലൈഫ് അങ്ങനെയാണ്. അപ്പം അതിന് മാറി ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോനെ രണ്ട് പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ദ റീസൺസ്, അതായത് നമ്മൾ ഈ ഒരു മെന്റലായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, മെന്റലായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ കാരണങ്ങളും, അതുപോലെ തന്നെ രണ്ടാമത് അതിനുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് എന്തൊക്കെ സൊല്യൂഷൻസ്. ഇപ്പം നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജിമ്മിൽ പോകണം, ട്രെയിനിങ് ചെയ്യണം, നല്ല ഉറക്കം ബോഡിക്ക് കൊടുക്കണം, നല്ല ഫുഡ് കഴിക്കണം എന്ന പറഞ്ഞ വയ്ക്കന്നെ നമ്മളെ മെന്റൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നില്ലേ അതിന്റെ സ്റ്റെപ്സും ഞാൻ ലാസ്റ്റ്, ആക്ഷനുള്ള സ്റ്റെപ്സ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിന്റെ കാരണങ്ങൾ കൊണ്ട് തുടങ്ങാം. നമുക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് എന്നതിൽ തുടങ്ങാം. ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ് ഫോൺ അഡിക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഇപ്പോഴത്തെ ലൈഫിൽ. കാരണം ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ ഫോൺ എടുക്കണ പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ടായിരുന്നു, നമ്മൾ അറിഞ്ഞാണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫോൺ എടുക്കണത് തന്നെ നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ടാണ്. നമ്മൾ ഫോൺ എടുത്താൽ സ്ക്രോൾ ചെയ്യണത് അത് നമ്മൾ പോലും അറിയാതെയാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം 96 തവണ, അതായത് 96 തവണ ഓരോ മനുഷ്യനും ഒരു ദിവസം ഫോൺ ഓപ്പൺ ചെയ്തിടുക. ഇത്രയും തവണ നമ്മൾ 96 തവണ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് ഇത് നമ്മൾ തന്നെ അറിയണില്ല. അത് നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് അറിയാം. ഈ ഫോൺ അഡിക്ഷൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെങ്ങനെ നമ്മളെ മെന്റൽ ക്ലാരിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ, നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒരു വെബ്സൈറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു ആപ്പ് എടുത്തു. ഇപ്പോൾ എക്സാമ്പിൾ അതിന് ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്നതാ, ഒന്നെങ്കിൽ റീല് അല്ലെങ്കിൽ സ്റ്റോറി. ഫസ്റ്റ് തന്നെ നമ്മളെ ഹോം പേജിൽ വരിക ഏതെങ്കിലും ഒരു റീല് അല്ലെങ്കിൽ സ്റ്റോറി. അതിൽ തന്നെ കൂടുതലും റീല് വരിക നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാരായിരിക്കും. അതിൽ നമ്മൾ ഫോളോ ചെയ്ത മെജോറിറ്റി ആൾക്കാരിൽ സെലിബ്രിറ്റീസിൻകാട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുക നമ്മളെ അറിയുന്ന ആൾക്കാർ, അതായത് നമ്മളെ ഫ്രണ്ട് സർക്കിള്, ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത, സ്കൂളിൽ പഠിക്കണതോ എവിടെന്നെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അതായത് സെലിബ്രിറ്റീസിറ്റിയും കാട്ടിൽ കൂടുതൽ ആൾക്കാർ നമ്മളറിയുന്ന ആൾക്കാരെക്കാരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇവര് എന്തേക്കാരം സ്റ്റോറി പോസ്റ്റ് ഇടുക ഓരോ ലൈഫിൽ നടന്ന അച്ചീവ്മെന്റ്സ്, നല്ല കാര്യങ്ങൾ, അതായത് ഓർക്ക് ട്രോഫി കിട്ടണത്, ഓര് വണ്ടി എടുക്കണത്, ഐഫോൺ എടുക്കണത്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകണത്, ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകണത്, ഓരോ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അച്ചീവ്മെന്റ് ആയിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ഡിപ്രഷന്, പെയിന്, ഫെയിലിയേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ നടക്കാത്തത്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. കാരണം നമ്മളെല്ലാവർക്കും ആളുകൾക്ക് കാണിച്ചു കൊടുക്കാത്ത നമ്മളെപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡ് അറിയാതെ തന്നെ നമ്മൾ ഓലെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യും. എങ്ങനെ, അവന് പുതിയ വണ്ടി എടുത്തല്ലോ, അവന് പുതിയ ഫോൺ എടുത്തല്ലോ, നമ്മളറിയാതെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ കമ്പയർ ചെയ്ത് അപ്പൊ തന്നെ നമ്മളെ മെന്റൽ ക്ലാരിറ്റി അവിടെ പോയി. അപ്പൊ എന്റെ ലൈഫ് എന്ത് മാത്രം ഇങ്ങനെ, ഓന്റെ അങ്ങനെ. പക്ഷെ ഓൻ ഈ ഹാപ്പിനെസ്സിലാണ് ഏറ്റവും 90% ഒരു ലൈഫിലും ഫെയിലിയറും പെയിനും ആയിക്കാരം, പക്ഷെ ആ സ്ട്രഗിളൊക്കെ ആയിക്കാരം. പക്ഷെ അതൊന്നും ഓൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു ഫോൺ അഡിക്ഷൻ. ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 96 തവണ വരെ നമ്മൾ ഒരു ദിവസം നമ്മളെ ഫോൺ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ലോക്ക് തുറക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ മിനിമം ഇങ്ങനത്തെ ഷോർട്ട് ടൈം കണ്ടന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം കാണാം. യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നായാലും നമ്മളെ റിലേറ്റ് ചെയ്താണ്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവുമല്ലോ. ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തോ നീഷാണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവം ക്രിയേറ്റ് ചെയ്യണോ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള മാത്രം ഫോണായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ തന്നെ മിനിമം അതിനൊരു ലിമിറ്റ് വെച്ചാണ്ട് നമ്മൾ അറിയാതെ അതിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ, നമ്മൾ മെന്റലി ഡിപ്രസ് ആവാനുള്ള കാരണമാണ് നമ്മൾ നോ ക്രിയേഷൻ ആണ്. നമ്മൾ ഫുള്ള് കൺസ്യൂമിങ് തന്നെ. അതായത് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ മാതിരി നമ്മളെ ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ആൾക്കാർ ലൈഫിൽ സക്സസ് ആവുന്നതും ഈ സംഭവങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കുന്നതും കാണുന്നുള്ളൂ. നമ്മളതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേ
നമ്മൾ ഡിസൈൻ ചെയ്യുക, ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതായത് ചുരുക്കി പറയാൻ നമ്മൾ മെന്റലി ഒരു എഫേർട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ആകെ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ ബുക്ക് പഠിക്കുക, നമ്മളെ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളെന്താ ജോലിക്ക് പോകുക, കുറേ റീല് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യണുള്ളൂ, നമ്മൾ കുറേ സംഭവം ഉള്ളിലേക്ക് എടുക്കണുള്ളൂ. നമ്മൾ പുറത്തൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊന്നും വാല്യൂ അല്ലെങ്കിൽ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു പേഴ്സണായി മാറും, ഒരു ഡിപ്രഷനിലെ ഒരു മൂഡിക്ക് മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തത് മാത്രമേ കാണുള്ളൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്യണില്ല. അപ്പോൾ ഓക്കെ, സ്വാഭാവികമായിട്ടും ആൾക്കാർ ക്രിയേറ്റ് ചെയ്യണതൊക്കെ ഓൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആള് മൂപ്പരെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ സംഭവം ഇടുള്ളൂ, ഒരു ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്ന ആള് അങ്ങനത്തെ സംഭവം മൂപ്പരെ ഇതിലിടുള്ളൂ, ഒരു ഫിലിം മേക്കർ മൂപ്പരെ അങ്ങനത്തെ ഇടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കണം നമ്മളെ ലൈഫ് വേറെ ആയിരിക്കാം. അപ്പൊ ഈ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇപ്പൊ എന്തെടുക്കും, ഇപ്പൊ എന്ത് ചെയ്യും, ഓലൊക്കെ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് നമ്മളതായ ഒരു ക്ലാരിറ്റി കിട്ടുക. അപ്പൊ അതും ഇത് കണക്ട് ആവുന്ന എടുക്കുകയാണ് സോഷ്യൽ മീഡിയക്കാണ്. നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൂടുതലും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കുറവാണെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ കണക്ട് ആവുന്നത് ഫോൺ അഡിക്ഷനാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഈ എന്ത് സംഭവം കൺസ്യൂം ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾ ഡെയിലി ലൈഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സാധനം, അല്ലെങ്കിൽ നിങ്ങൾ പോലെ പ്രൊഫഷൻ ആണെങ്കിൽ അതിനെ വെച്ച് നിങ്ങൾക്ക് കണ്ടന്റ് ഇടാം. അതുപോലെ തന്നെ അപ്പോൾ ഫോഴ്സ് ചെയ്യല്ല കേട്ടോ നിങ്ങൾ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടാക്കണത്. ഏറ്റവും നല്ല എന്താ വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. എന്തെങ്കിലുമൊക്കെ കൺസ്യൂമർ പോലെ ഡിസൈനറോ എഡിറ്ററോ എന്തെങ്കിലും നമ്മൾ സംഭവം ഇങ്ങനെ ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു ഫോൺ എഡിഷൻ, രണ്ടാമത്തെ പറഞ്ഞു നമ്മൾ കൂടുതൽ കൺസ്യൂമർ ചെയ്യുന്നതിന് പകരം കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. ഈ മൂന്നാമത്തെയാണ് അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ലൈഫ്. നമുക്ക് ലൈഫിൽ ഒരു ഗോളും ഇല്ല, ഒരു ഡ്രീമും ഇല്ല. ഡെയിലി എപ്പോഴും വിളിക്കുന്നു, ഡെയിലി എപ്പോഴും ഫുഡ് കഴിക്കുന്നു, കുറെ ജോലിക്ക് പോകുന്നു, കുറെ ഇങ്ങോട്ട് വാങ്ങുന്നു, കുറെ പൈസ കടം വാങ്ങുന്നു, കുറെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ഈ വർഷം ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് എവിടെ എത്തണം, എൻ്റെ സ്കില്ല് എവിടെ എത്തണം, എൻ്റെ ലാംഗ്വേജ് എവിടെ എത്തണം, എൻ്റെ ഫിനാൻഷ്യൽ എബിലിറ്റി, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവണം വരെ നമുക്ക് ആർക്കൊരു ഗോളില്ല. നമ്മൾ ജസ്റ്റ് ജോലിക്കോ കിട്ടണ പൈസ അങ്ങോട്ടും ഒരു പ്രത്യേകിച്ച് ഒരു ഗോളില്ലാന്നുണ്ടെങ്കിൽ ഫാദു വാസിൽ പറഞ്ഞ മാതിരി ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോൾ വേണടാ, എന്നാലേ ഒരു ജീവിക്കാൻ ഒരു രസമുള്ള പറഞ്ഞ മാതിരി നമുക്ക് ആ ഒരു എവിടേക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്, നമ്മളതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലിഫ്റ്റും കാട്ടി കാറിന്ന് ഇറങ്ങും, പിന്നെയും കയറും. എവിടേക്ക് പോകണത്, ഇത് സംഭവം എവിടേക്ക് എത്തണത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി ഒരു സ്ട്രക്ചറായിട്ട്, അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തുള്ളൂ, ഇന്ന സമയത്ത് ഇതൊക്കെ ചെയ്യണം, എന്നാലും ഇവിടെ എത്തുള്ളൂ. ആ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ മെയിനായിട്ട് ഞാൻ 3 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. കുറെ കാരണങ്ങളുണ്ട് നമ്മൾ മെന്റലി സ്ട്രെസ്ഡ് ആവാന്. ഫസ്റ്റ് പറഞ്ഞു ഫോൺ അഡിഷൻ, പിന്നെ ക്രിയേറ്റ് ചെയ്യുക കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതിന് പകരം, പിന്നെ അങ്ങനെ ആ ഒരു അൺസ്ട്രക്ചേർഡ് ലൈഫിന് പകരം എന്ത് ചെയ്യുക, കുറച്ച് ഷെഡ്യൂൾഡ് ആയിട്ടില്ല, ഇന്ന സമയത്ത് എണീക്കാൻ ഷെഡ്യൂൾ ചെയ്യുക. സമയം എണീറ്റ ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുമല്ലോ നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങളെ ബോഡി റെഡി വെക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ തോന്നും. കാരണം ഒരു ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, നമുക്ക് ലൈഫിൽ എന്താ ചെയ്യുന്നതിനൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക നമ്മളൊരു ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോർണിംഗിൽ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ജോലിയോ പഠിത്തമോ കാര്യങ്ങളൊക്കെ ആയിട്ടും എന്തൊക്കെയൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ സൊല്യൂഷൻസ് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഒരു അൺസ്ട്രക്ചേർഡ് ലൈഫിൽ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഒക്കെ എങ്ങനെ കടക്കാമെന്നതിന് കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മെഡിറ്റേഷനെ കുറിച്ച് എല്ലാ ഇമ്പോർട്ടൻസും അതിൻ്റെ ബെനിഫിറ്റ്സും എങ്ങനെ ചെയ്യാമെന്നും എപ്പോൾ ചെയ്യാമെന്നും എത്ര ടൈം ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡെയിലി 5-10 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ്, ഒരു ബെനിഫിറ്റ്സ് ഒന്നും കൂടി പറയാം. നമുക്ക് ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, സ്ട്രെസ്സിന്, ഞങ്ങൾ പെട്ടെന്ന് ആ ഒരു ദേഷ്യപ്പെടുമല്ലോ ആൾക്കാർക്ക്, ആ സംഭവം നമുക്ക് നല്ല ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ, ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ലൈഫൊന്ന് മാറി ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റാണ് സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാനും സ്ലീപ്പിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്ലീപ്പിനെ കുറിച്ചുള്ള ഏകദേശം ഒരു പകുതി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ആ വീഡിയോ ഉണ്ട്. അതായത് സ്ലീപ്പിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നത് അങ്ങനെ വെച്ചാൽ സ്ലീപ്പ് നമുക്ക് തരുന്ന ഇമ്പോർട്ടൻസ് ആണ്. സ്ലീപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ദോഷം ഉണ്ടാവും. സ്ലീപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്രഷൻ ആവും. കുറേ സോഷ്യൽ മീഡിയ എടുക്കണം. സ്ലീപ്പ് ഇല്ലെങ്കിൽ ലൈഫിൽ പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ഫസ്റ്റത്തെ പറഞ്ഞാൽ മെഡിറ്റേഷന്, രണ്ടാമത്തെ സ്ലീപ്പിന് പ്രധാനം കൊടുക്കുക. ഡെയിലി 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ എന്ത് സംഭവമായാലും
ഓലായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതായത് നമുക്ക് ഫേവറേറ്റ് മാത്രമായിട്ടുള്ള ആൾക്കാരല്ല, ഓൽക്കും നമ്മൾ ഫേവറേറ്റ് ഉള്ള ആൾക്കാർ. അതായത് നമ്മൾ രണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ അതുപോലെ തന്നെ ഫാമിലി ആയാലും നമുക്ക് ഓലപ്പം ടൈം സ്പെൻഡ് ചെയ്യാനോ ഓർക്ക് നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനോ താല്പര്യമില്ല. ഒരു കണക്ട് ആയിട്ടുള്ള നമ്മുടെ പീപ്പിൾ ഉണ്ടാവും, നമുക്ക് അറിയാമല്ലോ ഒരു സർക്കിള്. അങ്ങനത്തെ ആൾക്കാരൊപ്പം കൂടുതൽ എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷനൊക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഓരപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ മെന്റലി ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പം അതല്ല ഞങ്ങൾക്ക് അങ്ങനെ ആരും ഇല്ല, ഒരു ഒറ്റയ്ക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് നാച്ചുറലിനെ പോയിരിക്കുക. നാച്ചുറൽ പോയിരിക്കുക, ഒന്നും ചെയ്യാതെ വെറുതെ ആ പച്ചപ്പ് നോക്കി അങ്ങനെ ഇരുന്നാൽ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ലാസ്റ്റത്തെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിലീജിയൻ, നമ്മളെ മതം ഏതാണോ ആ മതത്തിനേറ്റ് കൂടുതൽ ക്ലോസ് ആവുക. നമ്മളെ മതം ഏതായാലും ആ മതത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ കെയർ ചെയ്യുക. ഇപ്പൊ നിങ്ങള് മുസ്ലിമിലൂടെയാണെങ്കിൽ ഉസ്താദ്മാര്, വൈദ്യൻ, അതുപോലെ തന്നെ സ്വാമിമാര്, അച്ഛന്മാര്, ഇവരൊക്കെ നോക്കിക്കോളെ. ഈ മതത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഒരു ഹാപ്പിനെസ്, ഒരിക്കൽ അങ്ങനെ ഡിപ്രഷനോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഓല അങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല. ഓലൊരു ക്ലാരിറ്റി, ഒരു പീസ് ഓഫ് മൈൻഡിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരേക്കാണ്. എന്ത് പ്രശ്നം വന്നാലും ഒരു സമാധാനമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരേക്കാണ്. അപ്പൊ എന്താ, ഒരു മതത്തിനെ കൂടുതൽ കെയർ ചെയ്യണം. ഏത് മതമായാലും ആ മതത്തിന് എന്ത് ചെയ്യുക, കുറച്ചുകൂടി കൂടുതൽ കെയർ ചെയ്യുക. പിന്നെ ലാസ്റ്റത്തിൽ ബോണസ് ആയിട്ടുള്ള ടിപ്പ് പറയാം. ഇപ്പൊ നിങ്ങളെ മെന്റലി ആയിട്ടുള്ള ഹെൽത്തിന്, നിങ്ങളെ മൈൻഡിന്, നിങ്ങളെ ബ്രെയിൻ നിങ്ങൾ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എവിടേക്ക് എത്തിച്ചേരണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തില്ല, നമ്മളെ ബോഡിനെ ഫോക്കസ് ചെയ്തില്ല, കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ചു, ഉറക്കത്തിന് പ്രാധാന്യം കൊടുത്തില്ല, നമ്മൾ ട്രെയിനിങ് ഇല്ല, നോ ജിം, ഒരു വർക്കൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എടുക്കെത്തുക നല്ല ഫാറ്റഡ് ആയിട്ടുള്ള ബോഡി, വയറ് ചാടി ബോഡി, നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും ആക്ടിവിറ്റിക്കൊക്കെ ഒന്നും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യൂല, നമുക്ക് ചെയ്യാൻ വയ്ക്കൂല. അതായത് നമ്മൾ ഫിസിക്കലി ഫാറ്റായി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ 10-20 കൊല്ലം നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യും, നമ്മളൊന്നും അങ്ങോട്ട് ചെയ്യൂല, ക്രിയേറ്റ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലി ഫാറ്റ് ആവുന്ന പോലെ നമ്മൾ മെന്റലി ഫാറ്റ് ചെയ്യുകൊണ്ട് നമ്മൾ ഡിപ്രഷൻ്റെ ഏറ്റവും അടിയത്തെ ഡീപ്പ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. സോ അപ്പം തന്നെ നമ്മൾ മെന്റലി ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങാം, വാല്യൂ ഉണ്ടാക്കുക, നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, ഫോൺ അഡിഷൻ കുറക്കാം, അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കുക, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ സ്പെൻഡ് ചെയ്യുക, മതത്തിന് ഒന്നുകൂടി ടേക്ക് കെയർ ചെയ്യുക. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.